വിനയം എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാതെ ഉയർത്തും. മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അതിന്റെ മനുഷ്യരൂപം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. വിനയത്തിന്റെ മനുഷ്യരൂപമാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആർക്കും സംസാരിക്കാൻ പറ്റും, ആർക്കും ഒപ്പം നടക്കാൻ പറ്റും. പ്രായമായപ്പോ ചെറിയ പ്രായത്തിന്റെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഉസ്താദിന്റെ യുവത്വം എന്നൊക്കെ പറയണത് അത്ര ഒരു വിനയമുള്ള മനുഷ്യനെ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ മനുഷ്യൻ, വിനയത്തിന്റെ മനുഷ്യരൂപം എന്ന് പറയാം. അതന്നെയാണ് ഉയർച്ചയുടെ കാരണവും. മുമ്പ് ഞാന് ഒരിക്കൽ പറയണ്ടായി, 20ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖത്തീബും ഖാദിയുമായി. അങ്ങനെയൊക്കെ ഉസ്താദിനെ കണ്ടപ്പോ ഉസ്താദ് ഞാൻ അങ്ങനെ പറയലുണ്ട്, 20ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖാദിയും ഖത്തീബുമായി എന്ന് പറയലുണ്ട് എന്ന് പറഞ്ഞു. അത് ഔദ്യോഗികമാണ്, അനൗദ്യോഗികം 17ാമത്തെ വയസ്സിലാണ്. ഔദ്യോഗികം 20ാമത്തെ വയസ്സിലാണ്, അനൗദ്യോഗികമായിട്ട് 17ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ. ഈ ജന്മനാട്ടിൽ എന്നുള്ളടത്ത് അടിയിലൊരു വരടുണ്ടാണ്. ശരിക്കും കാലിന്റെ അടിയത്തെ മണ്ണ് പോയിട്ട് പിന്നെ തലന്റെ മേലെ കുറെ മണ്ണുണ്ടായിട്ട് എന്താ വരും എന്നുള്ളത്. ജന്മനാട്ടിൽ 17ാമത്തെ വയസ്സ് മുതൽ ഖത്തീബും, 20ാമത്തെ വയസ്സ് മുതൽ ഔദ്യോഗികമായി ഖാദിയും, മരിക്കോൾ അങ്ങനെ തന്നെ എന്നതാണ് ഷെയ്ഖുൽ ജാമിഅ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന നമ്മുടെ ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. എത്ര ശിഷ്യന്മാരാ! ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആ മനുഷ്യനെ കുറിച്ച് ആളുകൾ നല്ലത് പറയുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ സ്വീകാര്യനാണ് എന്നതിന്റെ തെളിവാകുന്നു എന്നതാണ്. ആർക്കെങ്കിലും നല്ലതല്ലാത്ത മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് പ്രശ്നം. ഒന്നും പറയല്ല, നല്ലതല്ലാത്തവർ ഒന്നും പറയണ്ടാവില്ല എന്നതാണ്. എല്ലാവരിൽ നിന്നും ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പ്രത്യേകമാക്കുന്ന ഘടകം നല്ല ഇസ്സത്തുള്ള മനുഷ്യൻ, നന്നായി വസ്ത്രം ധരിക്കും. ഞാൻ അങ്ങനെ വസ്ത്രം ധരിക്കുന്ന വേറൊരാളെ പിന്നെ കണ്ടത് അസ്ഹരി തങ്ങൾ പാപ്പാനാണ്. നന്നായി വസ്ത്രം ധരിക്കും. രോഗത്തിൽ കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഡ്രസ്സ് മാറ്റി തലപ്പാവ് ധരിച്ച് കോട്ടൊക്കെ ഇട്ടിട്ടാണ് പേരയിലിരിക്കുക അസ്ഹരി തങ്ങൾ പാപ്പ. അങ്ങനെ നന്നായി വസ്ത്രം ധരിക്കുന്ന അക്കാലത്ത് അങ്ങനത്തെ തലയെക്കെട്ട് ആലിക്കുട്ടി ഉസ്താദിനെ ഉള്ളവരായിരിക്കില്ല. അന്ന് മറ്റുള്ള ആലിമീങ്ങളുടെ ഒക്കെ കെട്ട്, മോശാക്കാൻ വേണ്ടി പറയല്ല, മറ്റുള്ള ആളുകളുടെ ഒക്കെ കെട്ട് വേറെ കെട്ട്. അങ്ങനെ മനോഹരമായ ഒരു കെട്ട് അക്കാലത്ത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രമേ ഉള്ളൂ. പിന്നെ പല നിലക്കുള്ള തലകെട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്നത് ആലിക്കുട്ടി ഉസ്താദിന് മാത്രം അവകാശപ്പെട്ടതാണ്. മനോഹരമായ വാലോടുകൂടിയുള്ള ഗരിമയുള്ള ആ തലപ്പാവ്. ഈ മനുഷ്യന്മാർക്ക് ചില ഇസ്സത്തുകളുണ്ട്, സിയ്യ് അതിൽ വളരെ പ്രധാനമാണ്. ഓരോ മനുഷ്യനും ആ മനുഷ്യനോടനുസരിച്ച സിയ്യ്, വേഷം സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. തങ്ങൾ പാപ്പാനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാലിഹ്യങ്ങളുടെ മത് പറയുന്നത്, സാലിഹ്യങ്ങളുടെ മനാഖിബ് പറയുന്നത് ഒന്ന് അതേമാതിരി ആവാനാണ്. വിനയം ഞമ്മക്കും ഉണ്ടാക്കാനൊക്കെ പറ്റും. അത് കൈയെടുത്ത് വാങ്ങേണ്ട സാധനമൊന്നുമല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ തന്നെയാണ്. സിയാദത്ത് വാങ്ങാൻ കിട്ടൂല, സയ്യിദാവുക എന്നത് വാങ്ങാൻ കിട്ടൂല. ആലിമാവുക, ആബിദാവുക, ദുആക്ക് ഇജാബത്തുള്ള ആളാവുക, ഇതൊക്കെ മനുഷ്യനെ അധ്വാനിച്ചാൽ നേടാം. നുബുവത്ത്, നബി കുടുംബത്തിൽ പെടുക, ഇതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടിയവർക്ക് കിട്ടി, അല്ലാത്തവരിഞ്ഞിപ്പോ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ട് പാസ്സായാലൊന്നും കിട്ടുമൊന്നുമില്ല. ഇൽമും സിയാദത്തും ഒരാളിൽ ഒരുമിച്ച് കൂടുക എന്നത് വലിയ അലങ്കാരമാണ്.
ഒരാൾ ആലിമുമായി, അയാൾ സയ്യിദുമായി, അയാൾക്ക് വിലായത്തും കൂടി ഉണ്ടെങ്കിലോ? അതിനാണ് നമ്മൾ ഈ മലയാളത്തിൽ സാധാരണ പത്തരം മാറ്റി എന്നൊക്കെ പറയല്. സിയാദത്തുണ്ട്, സയ്യിദുമായി, ആലിമുമായി, അദ്ദേഹത്തിന് വിലായത്തുണ്ടായി എന്നൊക്കെ. എന്നാൽ എല്ലാ നിലയിലും മഹത്വമുള്ള ഒരാളായി ആ മനുഷ്യൻ മാറി എന്നുള്ള മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന് ആലിമാവുക, ആബിദാവുക തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് സാലിഹ്യങ്ങളുടെ മനാഖിബ് പറയുന്നത് ഒന്നത് ജീവിതത്തിൽ പകർത്താനാണ്. രണ്ടാമത്തത് നമ്മുടെ കൽബുകൾക്ക് ചില ഉറപ്പുകൾ കിട്ടുമെന്നാണ്. പൂർവികന്മാരായ ആളുകളെ പഠിച്ചാൽ മനസ്സിന് ചില ഉറപ്പ് കിട്ടും. നിയ്യത്തുറക്കുക എന്ന് പറയും. അത് ചില താരീഖുകൾ പഠിച്ചാൽ ലഭിക്കുമെന്നാണ്. വലിയൊരുനാക്കി നമ്മൾ ഉലഹിയത്തറക്കും. ആ ഉലഹിയത്തറക്കണേന്റെ നീയത്ത് കൽബിലാണ്ട് ഉറക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ മിനയുടെ ചെരുവിലേക്ക് അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ താരീഖ് കൽബിക്ക് വരണം. ഉംറക്ക് പോയാല് തവാഫ് കഴിഞ്ഞതിന് ശേഷം സയ്യിന് വേണ്ടി പോകും. സയ്യിന് പോകുമ്പോ പച്ച ലൈറ്റിന്റെ ഇടയില് ചെറിയൊരു ഓട്ടുണ്ട്. ആ ഓട്ടം കണ്ട് മട്ടത്തിലുണ്ടാവണമെങ്കിൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വെള്ളം അന്വേഷിങ്ങാണ്ട് ഓടിയത് കൽബിക്ക് വരണം. അപ്പൊ മനസ്സിന് ചില ഉറപ്പുകൾ ലഭിക്കാൻ മുൻഗാമികളുടെ താരീഖുകൾ സഹായകമാകുമെന്നാണ്. ഞമ്മക്ക് ചില മനസ്സുറപ്പ് കിട്ടും. ഞമ്മളെ വാപ്പാനെ പറ്റിയിട്ട് പഠിച്ചാൽ, ഓരോരുത്തരും അവനവന്റെ വാപ്പാനെ പറ്റി പഠിച്ചാൽ ഒരു മനസ്സുറപ്പ് കിട്ടും എന്നാണ്. കാരണം നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും നമ്മളെ വാപ്പ. ഞാന് മാപ്പിള LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്നത്. മാപ്പിള LP സ്കൂൾ പറഞ്ഞാല് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, ശനിയാഴ്ച ഉണ്ടാവും, വെള്ളി ഞായറാണ് ഒഴിവുണ്ടാവുക. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചെറിയ കുട്ടിയായിരുന്നെന്ന് നേരത്തെ ജുമക്ക് പോയിരുന്നു. അങ്ങനെ ഒരു 9 മണിക്കൊക്കെ വെള്ളിയാഴ്ച ജുമക്ക് എത്തിയാല് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ ആൾക്കാര് 3 അൽക്കഫ് കഴിഞ്ഞിട്ട് അൽക്കഫിന്റെ ശേഷമുള്ള ആ സ്വലാത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുയിലേക്ക്, അവരുടെ ശ്രേണിയിലേക്ക്, പരമ്പരയിലേക്ക് ചേർക്കപ്പെട്ട ആ സ്വലാത്ത് ഇങ്ങനെ അയിത്ത ഹിസ്ബ് യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയിലെ ഹിസ്ബ് ഇങ്ങനെ ചെല്ലൽ തുടങ്ങിയിട്ടുണ്ടാവും. 3 അൽക്കഫ് കഴിഞ്ഞിട്ട് ഔത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും നിറയെ മനുഷ്യന്മാരുണ്ടാവും. നമ്മളെ വാപ്പ നമ്മളെക്കാൾ നേരത്തെ ജുമുഅക്ക് പോയിരുന്നു. നമ്മളെ വല്ലിപ്പ അതിനേക്കാൾ നേരത്തെ ജുമുഅക്ക് പോയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയുള്ള നമ്മളെപ്പോഴാ ജുമുഅക്ക് പോയത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഓരോരുത്തരും അവനെ പറ്റി ആലോചിച്ചാൽ മതി, മറ്റുള്ളവരെ പറ്റി ആലോചിക്കണ്ട. അതുകൊണ്ടിട്ട് കാര്യമില്ല. നമ്മളിന്ന് വെള്ളിയാഴ്ച എപ്പോഴാ ജുമുഅക്ക് പോയത്? നമ്മളെ വാപ്പ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് പോകാത്ത ആയുസ്സിൽ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പനിയായിട്ട് കിടന്നപ്പോഴേക്കാരം, അല്ലാതെ ഉണ്ടാവില്ല. ഞമ്മക്കിന്ന് പനിയൊന്നും ഉണ്ടായിട്ടല്ലല്ലോ നേരം വയ്ക്ക്. പനി ഉണ്ടായി ഇപ്പം ഇങ്ങോട്ട് വരില്ലല്ലോ. പനി ഉണ്ടായിട്ടല്ല, അത്രയൊക്കെ മതിയെന്ന് കരുതിയതാണ്. മുൻഗാമികളെ പഠിച്ചാൽ കൽബിനൊരു ഉറക്കിട്ടും. വല്ലിപ്പാനെ പഠിച്ചാല് ഈ ദിനേറെ ഉറപ്പിട്ടും. വല്ലിപ്പാനെ പഠിച്ചാല് നമ്മളെ വല്ലിപ്പ അതിന്റെ മുമ്പ് ജുമഅക്ക് പോയിരുന്ന ആളാണ്. കഞ്ഞിയിൽ വറ്റുതെരഞ്ഞിരുന്ന കാലത്തും ഇബാദത്തിനൊരു കുറവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. റബീഉൽ അവ്വലാഞ്ഞ് വരുന്നത്, കഞ്ഞിയിലിടാൻ പറ്റില്ലാത്ത ആ സമയത്തും റബീഉൽ അവ്വൽ മൗലിദ് ഓതാതെ അവരുടെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല. നമുക്ക് റബീഉൽ അവ്വൽ എത്രണ്ണം കഴിഞ്ഞു പോയി. ആരെ മൗലിദ് ഓതി, മൗലിദ് ആരോടൊക്കെ ഉള്ളത്, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ മുൻഗാമികളെ പഠിച്ചാൽ രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന അമലുകൾക്ക് ഒരു ഉറപ്പിട്ടുന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാവുമെന്നാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ സന്താന പരമ്പരയാണ്. സയ്യിദ് അവറുകൾ ബാപ്പാന്റെ ഗുണണ്ടാവും പേരക്കുട്ടിക്ക്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ ബാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി എന്നുള്ളത് വല്ലിപ്പയാണ്. പിന്നെന്താ ആ പേരിട്ടാൻ കാരണം? വല്ലിപ്പാന്റെ ഗുണം ഉണ്ടായതുകൊണ്ട്. പാരമ്പര്യ ഗുണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്നാണ്. പാരമ്പര്യ ഗുണം. ആലിമിന്റെ മകൻ ആലിമാകൽ എളുപ്പമായിരിക്കും.
നേതാവിന്റെ മകൻ നേതാവാകൽ എളുപ്പമായിരിക്കും. ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനാവൽ എളുപ്പമായിരിക്കും. ഹാഫിദിന്റെ മകൻ ഹാഫിദാകൽ എളുപ്പമായിരിക്കും. മുദരിസിന്റെ മകൻ മുദരിസാകൽ എളുപ്പമായിരിക്കും. അതിനെയാണ് പാരമ്പര്യ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തത് പാരമ്പര്യ ഗുണത്തെ മനസ്സിലാവലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ എവിടെയും എത്തിയില്ല എന്ന് മനസ്സിലാക്കാൻ മുൻഗാമികളായ ആളുകളുടെ താരീഖുകൾ പഠിച്ചാൽ മനസ്സിലാകും. എല്ലാവർക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളൂ. എല്ലാവർക്കും ഒരു കൊല്ലത്തിന് 365 ദിവസം തന്നെ ഉള്ളൂ. തങ്ങൾ പാപ്പാക്കും അത്ര തന്നെ ഉള്ളൂ, ഞമ്മക്കും അത്ര തന്നെ ഉള്ളൂ, ആലിക്കുട്ടിസ്ഥാനും അത്ര തന്നെ ഉള്ളൂ. 24 മണിക്കൂറിൽ ഏറെ ഒരു ദിവസത്തിൽ ഉണ്ടായതുകൊണ്ടൊന്നല്ല തങ്ങൾ പാപ്പി ആലിക്കുട്ടി ഉസ്താദും എല്ലാ വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയത് നമ്മൾ ഓതാത്തോ. ഇന്ന് വെള്ളിയാഴ്ച ഉള്ള ഒന്ന് ആലോചിച്ച് നോക്ക, അവനെ പറ്റി ആലോചിച്ച് നോക്ക. വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് സൂറത്ത് ഓതിയാൽ അത് അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പ്രകാശമായിരിക്കുമെന്നാണ്. നൂർ, പ്രകാശം. നൂർ എന്നത്, പ്രകാശം എന്നത് ഈമാനിന്റെ സിംബലാണ്. ഈമാനിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് നൂറ്, പ്രകാശം എന്നത്. ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് പ്രകാശമായിരിക്കുമെന്ന് പറഞ്ഞാൽ ഈമാനാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു വെള്ളിയാഴ്ചയിൽ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കിടയിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെയല്ലാതെ മരണപ്പെടുകയില്ല എന്നാണ് വെള്ളിയാഴ്ചയിലെ അൽക്കഫ് നൂറായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആകെ മനുഷ്യന് പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. വേറൊക്കെ നടന്നോളും. ആകെ പേടിയുള്ളത് ഈമാന്റെ കാര്യത്തിൽ മാത്രമാണ്. ഈമാന്റെ സുരക്ഷയാണ് വെള്ളിയാഴ്ചയിലെ അൽക്കഫ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഒരു ദിവസം തന്നെ 24 മണിക്കൂറിനെ ഉണ്ടായിട്ടുള്ളൂ. മൂപ്പർക്കൊക്കെ എന്താ ഓതിക്കൂടെ? മൂപ്പർക്കൊരു ദിവസം 26 മണിക്കൂറല്ലേ എന്ന് വിചാരിക്കണ്ട. മൂപ്പർക്കും 24, ഞമ്മക്കും 24, എല്ലാവർക്കും 24. വേണമെന്ന് കരുതിയാൽ നേരം ഉണ്ടാവും, നേരമില്ല എന്ന് കരുതിയാൽ നേരം ഉണ്ടാവില്ല. ഓല് വേണമെന്ന് കരുതി, അതുകൊണ്ട് നേരം ഉണ്ടായി. നമ്മൾ നേരമില്ല എന്ന് കരുതി, അതുകൊണ്ട് നമുക്ക് നേരമില്ല. എന്നെ സംഗതി. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, നമ്മൾ എവിടെ എത്തിയില്ല എന്ന് മനസ്സിലാവും എന്നതാണ്. ഗൗസുൽ സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ജീവിക്കുന്നത്. 470 ഹിജ്റ 470, ഏകദേശം 1500 അഥവാ 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മഹാനവറുകൾ ജീവിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുള്ള വ്യാപാരിയാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. വിലായത്തിൽ വലിയ സ്ഥാനം നേടിയത് ഒരു പണിയില്ലാതെ ഒഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴൊന്നല്ല, വലിയ കച്ചവടക്കാരനാ. സ്വന്തമായി ചരക്ക് കപ്പലുള്ള കച്ചവടക്കാരൻ. ഒരു സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവലം യറൗ അന്നാ നഅ്തിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഭൂമി അതിങ്ങനെ അല്പാൽപമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ അവർ കാണുന്നില്ലയോ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സത്യത്തിൽ ഭൂമി ചുരുങ്ങണമെന്നില്ലല്ലോ. ഭൂമി ചുരുങ്ങുന്നത് അവർ കാണുന്നില്ലയോ എന്ന് ചോദിച്ചാൽ, ഭൂമി ഇപ്പൊ വർഷക്കാലായാലും മഴയൊക്കെ പെയ്താല് കടലോര മേഖലയിലുള്ള ആളുകളൊക്കെ പറയും ഇടിഞ്ഞുപോയി, ഭൂമി ഇടിഞ്ഞുപോയി, കടല് കയറി, വെള്ളം കയറി എന്നൊക്കെ പറയും. വെള്ളം കയറിയിട്ട് കടലേക്ക് കൂടിയാലും ഈ സ്ഥലം അവിടെ ഉണ്ടല്ലോ, പോണൊന്നുമില്ലല്ലോ. പിന്നെന്താണ് ഭൂമി ചുരുങ്ങുക പറഞ്ഞാല്? ഭൂമി ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിലവാരം ചുരുങ്ങലാണ്. ഐ മൗത്തുൽ ഉലമാഇ വസ്സുലാഇ, ആലിമീങ്ങളും സ്വാലിഹീങ്ങളും മരണപ്പെടലാകുന്നു ഭൂമിയുടെ ചുരുക്കം എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയോട് അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഭൂമിയോടൊരിക്കൽ ഞാൻ ചോദിച്ചു, ഭൂമി, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ നീ ആദ്യം പ്രസവിച്ചിരുന്നല്ലോ, ഇപ്പെന്താ നീ അങ്ങനെ നല്ല നല്ല മനുഷ്യന്മാരൊന്നും പ്രസവിക്കാത്തത് എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു ഭൂമിയെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്.
അതിന് ഭൂമി മറുപടി പറഞ്ഞതായി അദ്ദേഹം സങ്കല്പിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെയിരുന്നു, ഇപ്പോൾ ഞാൻ മച്ചിയായി പോയി, നല്ലതൊന്നും പ്രസവിക്കാൻ കഴിയുന്നില്ല എന്ന്. പോയത് തന്നെയാണ്. അതിനനുസരിച്ചൊന്ന് പകരം വരുന്നില്ല എന്നത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസവുമാണ്. അതുകൊണ്ട് വെളിയങ്കോട് ഒരു ഖാദിർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു സ്വാലിഹായ ഒരു മനുഷ്യൻ. എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ കടന്നിയ സമയത്ത് മൂപ്പര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് മൂപ്പരടുത്ത് പോകും. അപ്പൊ എന്തേലൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, നമ്മൾ ഈ ദീർഘായുസിന് ദ്വാരക്കണ ഇപ്പൊ എന്തിനൊക്കെയാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നമ്മളേതായാലും ഈമാനുള്ള ആൾക്കാരാണല്ലോ. ഈമാനുള്ള ഒരു മനുഷ്യൻ കുറച്ചു കാലം കൂടിയും ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ ആ കാലം കൂടിയും ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാവൂലേ? അതിനെന്നെ ദീർഘായുസ് ചോദിക്കണത്. വേറെ ആവശ്യങ്ങളുണ്ട്, അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് പറഞ്ഞു. ആദ്യകാലത്തെ ആളുകൾക്കുള്ള ഈമാൻ പിൻകാലക്കാർക്കുണ്ടാവുന്നില്ല. ഇന്നത്തെ ഈമാൻ നാളല്ല. അവസാന കാലഘട്ടത്തിലെ മൂമിന് വല്യാപ്പ സിറ്റൗട്ടിൽ ചാരുകസേലയിൽ ഒഴിഞ്ഞിരുന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരക്കുട്ടിയായിരിക്കുമെന്നാണ്. അങ്ങനെ ഈമാൻ ഇങ്ങനെ പോവും. ഈമാനനുസരിച്ച് അമലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പോണതിനനുസരിച്ചുള്ളത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ താരീഖ് പഠിക്കുന്നത് നമ്മൾ എവിടെയും എത്തുന്നില്ലല്ലോ റബ്ബേ എന്ന് മനസ്സിലാവാനാണ്. അത് വലിയൊരു മനസ്സിലാവൽ തന്നെയാണ്. റസൂലുള്ളാഹിനെ പഠിച്ചാൽ മനസ്സിലാവും. 4 അബ്ബാസിയ ഭരണാധികാരികൾക്ക് മതകാര്യങ്ങളിൽ ഉപദേശം നൽകുക കൂടി ചെയ്തിരുന്നു റസൂലുള്ളാഹി. വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തും. അക്കാലത്ത് 5000 ആളുകളൊക്കെ റസൂലുള്ളാഹിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുമിച്ച് കൂടും. ചില ചരിത്രകാരന്മാർ 50,000 എന്നും പറഞ്ഞിട്ടുണ്ട്. വയത് കഴിഞ്ഞതിന് ശേഷം സദസ്സിൽ ഒരു തൗബ ചൊല്ലിക്കൊടുക്കും എല്ലാവർക്കും എന്നാണ്. ആ തൗബ ചൊല്ലിയിട്ട്, തൗബ കേട്ട് അത് ചൊല്ലിയിട്ട് സദസ്സിൽ വെച്ച് തന്നെ മരിക്കുന്ന ധാരാളം ആളുകൾ. ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ അവസരം കൊടുക്കലാണ്. 2 ഭാഗ്യങ്ങൾ അള്ളാഹു ഏത് മനുഷ്യനും കൊടുക്കും. 2 ഭാഗ്യങ്ങളാണ് അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന ഭാഗ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണെന്ന് മനസ്സിലാവുക. ഇതെന്റെ മരണത്തിന്റെ ലക്ഷണങ്ങളാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് മനസ്സിലാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. വേറെ ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ ഒരാൾക്ക് അവസരം വന്നു ചേരുക. അതുകൊണ്ട് നമ്മള് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് എന്ന് ദ്വാരക്കണേ. സംഗതി വണ്ടിന്റെ ഓട്ട് വെട്ടിങ്ങാണ്ട് അപ്പൊ തന്നെ മരിച്ചാൽ ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ അതിന് നമ്മളാരും ദ്വാരക്കൂല. എന്താ കാരണം? പെട്ടെന്നുള്ള മരണങ്ങളിൽ തൗബക്ക് അവസരം നഷ്ടപ്പെടുമെന്നതാണ്. കുറച്ച് അസുഖത്തിലൊക്കെ കടന്ന്, കുറച്ച് എണ്ണത്തിലൊക്കെ കടന്ന് ഞാനിപ്പോ നീശ അടക്കൂല എന്നൊക്കെ ഒന്ന് മനസ്സിലായി അങ്ങനെ മരിക്കുക. അത് അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഒരു ഭാഗ്യാണ്. മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുക. മരണത്തിനു മുമ്പ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക. അപ്പൊ ഗൗസുൽ ആദം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അങ്ങനെയാണ്. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകളുടെ താരീഖിനെ പഠിക്കണം, അത് പറയണം, അത് കേൾക്കണം. സാലിഹീങ്ങളെ പറയലും ഇബാദത്താണ്, സാലിഹീങ്ങളെ കേൾക്കലും ഇബാദത്താണ്. കുറെ കേൾക്കുമ്പോ നമ്മക്ക് അതുപോലെ ആവാൻ വേണ്ടി തോന്നും. അതന്നെ കാര്യം. അതുകൊണ്ട് പ്രാദേശികമായും നമ്മളെ അറിവിൽപ്പെട്ടവരായും മുൻഗാമികളും എല്ലാരും മക്കൾക്കൊക്കെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം എന്നാണ്. അതെന്താ? വാപ്പാരെ പറ്റി പറഞ്ഞാൽ എങ്ങനെയായാലും സ്വാലിഹിനെ പറ്റി പറയലേ ആവുള്ളൂ. കാരണം വാപ്പ സ്വാലിഹായിരിക്കും. വല്ലിപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം, വല്ലിപ്പാന്റെ വാപ്പാനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതെല്ലാം സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കലാകും. അതുകൊണ്ട് അങ്ങനെയുള്ള താരീഖുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർ അതിനനുസരിച്ച് നന്നായി വരിക. മൗഇദത്ത് വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ വഅദിന്റെ നിർവചനത്തിൽ പറയുന്നുണ്ട്, വഅദ് എന്ന് പറഞ്ഞാൽ സാലിഹീങ്ങളുടെ താരീഖുകൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വഅദ് എന്ന് പറയാ. പ്രഭാഷണം എന്നുള്ളതിന് അറബിയിൽ കുറെ വാക്കുണ്ട്. നസീഹത്ത്, ദഅവത്ത്, ഇർഷാദ്, ഇസ്ലാഹ്, തഅലീം ഒക്കെ ഉപദേശങ്ങളാണ്. അതിൽ വഅദ് എന്ന് പറഞ്ഞാൽ മനാഖിബുകൾ, സാലിഹീങ്ങളുടെ താരീഖുകൾ പറഞ്ഞിട്ട്
നന്മയെ ഓർമ്മപ്പെടുത്തുന്നതിനാണ്. പണ്ടൊക്കെ നമ്മളെ നാട്ടില് വിദൂര നാടുകളിലൊക്കെ വയതുണ്ടാവും. അപ്പൊ ചൂട്ടൊക്കെ കെട്ടിയിട്ട് ആൾക്കാർ വയതിന് പോകും. പോകാൻ കഴിയാത്തവര് പോയി വന്നവരോട് ചോദിക്കും, ഇന്നലെ എന്ത് ചരിത്രേ പറഞ്ഞത് എന്ന് ചോദിക്കും. വയതിൽ താരീഖ് ഉണ്ടായിരിക്കണം എന്നതാണ്. പൂർവികന്മാരായ ആളുകളുടെ താരീഖുകൾ പറഞ്ഞുകൊണ്ട് നന്മയെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് അറിയുന്ന ആൾക്കാരെ താരീഖൊക്കെ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല മനുഷ്യന്മാരെ താരീഖ്, മമ്പർത്ത തങ്ങളെ താരീഖ്, മുഹ്യിദ്ദീൻ ഷേഖിന്റെ, റിഫായിൻ ഷേഖിന്റെ ഒക്കെ താരീഖുകൾ അറിയുന്നത് അറിയാത്തത് പഠിച്ചുണ്ടാക്കിയിട്ട് പറയണം. അവരുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഷേഖ് റിഫായി റളിയല്ലാഹു അൻഹു ഒരിക്കൽ വീടിന്റെ മുമ്പിൽ നിന്നൊരൽപ്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിങ്ങനെ ചുംബിച്ചു. കണ്ടു നിന്ന ആളുകൾ ചോദിച്ചു, മഹാനവറുകളെ, വീടിന്റെ മുമ്പിൽ നിന്നുള്ള ചളിമണ്ണെടുത്തിട്ട് എന്താ മുത്തുന്നത് എന്ന് ചോദിച്ചോ. പറഞ്ഞു, ഞാൻ വീടിന്റെ മുന്നിലെ മണ്ണല്ല മുത്തിയത് പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിൽക്കണേ ഞങ്ങൾ കണ്ടല്ലോ പറഞ്ഞു. കണ്ടത് ശരിയായിക്കാരം, പക്ഷെ ഞാൻ അടുത്ത് വീട്ടിന്റെ മുമ്പിലെ മണ്ണല്ല, ഞാൻ അടുത്തത് ഇവിടുന്ന് ഞാനൊരു മണ്ണെടുത്തില്ലേ, ആ മണ്ണ് അതിന്റെ അപ്പുറത്തെ മണ്ണും അങ്ങനെ തട്ടി നിൽക്കുന്ന ഒരു മണ്ണായിരുന്നു. അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ്മ തട്ടിയിട്ട്, അത് അതിന്റെ അപ്പുറത്തെ മണ്ണുമ്മ തട്ടിയിട്ട് ഇങ്ങനെ കുറയാണ്ട് പോയാല് ഈ മണ്ണിന്റെ ഒരു തല മദീനത്തെ മണ്ണുമ്മ തട്ടിയിട്ടാ നിൽക്കുന്നത്. മദീനത്തെ മണ്ണിന്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുകയാണ്. എന്റെ ഹബീബിന്റെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന ഒരു മണ്ണിന്റെ ഇങ്ങേ തലക്കലാണ് ഞാൻ ചുംബിച്ചത് എന്ന് സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. അതുകൊണ്ട് സാലിഹ്യങ്ങളുടെ താരീഖുകൾ പഠിക്കുകയും പറയുകയും അറിയുകയും ചെയ്തുകൊണ്ട് അവരെ പോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കലാണ്. മറ്റൊന്ന് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യലാണ്. സാലിഹായ അമലില് സാലിഹായ മനുഷ്യന്മാർ ഉൾപ്പെടുമെന്നാണ്. ഔ വലദുൻ സ്വാലിഹുൻ യദഉ ലഹു എന്നതിന്റെ വിശദീകരണത്തിലുണ്ട്. മനുഷ്യൻ മരിച്ചാല് ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ സദഖത്തുൻ ജാരിയ ഇൽമുൻ യുന്തഫഉ ബിഹി വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സന്താനങ്ങൾ മനുഷ്യന്റെ അമലാകുന്നു എന്ന്. അതുകൊണ്ട് സാലിഹീങ്ങളെ നമ്മൾ നല്ലോണം പറഞ്ഞു കൊടുക്കണം. കുറെ കേൾക്കുമ്പോ അതിലൊരു ആകർഷണീയത വരും. ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടത് മുത്തുനബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു അജിബിൻ അലല്ലാബായി അയ്യതഅല്ലമ ഔലാദഹും ബിഅന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബിമക്ക വദുഫിന ബിൽ മദീന. വാപ്പ മകന് വാപ്പാന്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കണതിന്റെ മുന്നേ മുത്തുനബിയുടെ ഖബർ മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാവും. അവ്വലു വാജിബിൻ അലൽ ആബാ, മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്നതിലെ ആദ്യത്തേത് അയ്യതഅല്ലമ ഔലാദഹും, അവരുടെ മക്കളെ പഠിപ്പിക്കലാണ്. ബിഅന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉലിദ ബിമക്ക, മക്കയിലാണ് ജനിച്ചത്. വദുഫിന ബിൽ മദീന, മദീനയിലാണ് മറമാടിയത്. ഉലിദുഹു ബി മക്കത്തൽ ആമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന അത്തമ്മ ഖബ്ലൽ വഹി അർബഈന വഉംറുഹു ഖദ് ജാവസ സിത്തീന. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ കിഫായത്തുൽ അവാമിലെ പാട്ടാണ് ഞാൻ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞത് നമ്മളെ ഈ 14 വക ഏടിലൊക്കെ ഉള്ള മങ്കൂസ്, നമ്മളെ ബദ്രിയത്തുൽ മങ്കൂസി ഉണ്ടല്ലോ, മജ്ലിസ് നൂർ, അതിന്റെ തൊട്ടടുത്തുണ്ടാവും. കിഫായത്തുൽ ഈമാൻ എന്നും കിഫായത്തുൽ അവാം എന്നും പേരുണ്ട്. കിഫായത്തുൽ ഈമാൻ അത് ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ്. കുറെ സ്വാലിഹീങ്ങളുടെ പേരുണ്ട് അതില്, കുറെ അമ്പിയാക്കളുടെ പേരുണ്ട്, മുത്തുനബിയുടെ 20 വാപ്പാരുടെ പേരുണ്ട്, മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ പേരുണ്ട്, പുണ്യ നബിയുടെ മക്കളുടെ പേരുണ്ട്. അങ്ങനെ ചെല്ലിയാല് മനുഷ്യന്മാർക്ക് ടെൻഷൻ ഉണ്ടാവില്ല എന്നാണ്. ടെൻഷൻ വരാതിരിക്കാനേ ചെല്ലിയാൽ മതി എന്ന് തൽസമാത്തിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ചെല്ലണം, അങ്ങനെ സ്വാലിഹീങ്ങളെ പറയണം, സ്വാലിഹീങ്ങളെ ഓർക്കണം, അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മളെ മക്കളും ആ തരത്തിലായി മാറണം. അതിന് മക്കൾക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാലിഹീങ്ങളെ കാണിച്ചു കൊടുക്കണം, സ്വാലിഹീങ്ങളെ സന്ദർശിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യന്റെ നോട്ടത്തിൽ പെട്ടാൽ രക്ഷപ്പെടുന്നതാണ്. ഈ കേൾവി, കാഴ്ച, ഇതിനൊക്കെ ചില പ്രത്യേകമായ രീതികളുണ്ട്. കാഴ്ചക്കുള്ളൊരു പ്രത്യേകത അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരേ മാതിരിയാണ് എന്നാണ്. ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മൾ ഇങ്ങോട്ട് കാണുന്നതും ഒരേ മാതിരിയാവുന്നതാണ്. പോരാടുസ്ഥ വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അവസാനിപ്പിക്കാം മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളുടെ മനാഖിബുകളൊക്കെ വായിക്കണം, നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറ ഇങ്ങനത്തെ ചരിത്രങ്ങളിലൊക്കെ താല്പര്യമില്ലാത്ത ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. പുതിയ തലമുറയുടെ ഭാഷയിൽ സംസാരിക്കണം, അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയണം. അങ്ങനെ ചരിത്രം കേട്ടാലും ചരിത്രം അറിഞ്ഞാലും മനുഷ്യന്മാര് പൊതുവെ നന്നാവുന്നതാണ്. അതാണ് വയലിന്റെ അസിൽ അത് ഉണ്ടാവാണ്ടായ കാരണം. അതുകൊണ്ട് മുൻഗാമികളായ സയ്യിദന്മാര്, സ്വാലിഹീങ്ങള്, മഹത്തുക്കൾ, ഔലിയാക്കന്മാര്, അവരുടെയൊക്കെ താരീഖുകൾ പഠിക്കുകയും അറിയുകയും നമ്മുടെ മക്കൾക്ക്, വരും തലമുറക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നവരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഞാൻ സൂചിപ്പിക്കേണ്ടായി, വിനയത്തിന്റെ മനുഷ്യരൂപം എന്ന് പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയണം. ശിഷ്യന്മാരായ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിയമനുസ്മരണങ്ങളൊക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മദ്ഹുകൾ പറയാൻ, അവരെ തവസ്സുൽ ചെയ്യാൻ ഒക്കെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. അവരുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ. നമ്മളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ചേർത്ത് തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.